ഇന്ത്യയിലെ 28 ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും കൂടി ചേർന്നിട്ട് ആകെ നടത്തിയിരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 52,842 കോടി രൂപയുടെ ഒരു സെയിൽസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 2026 ഒന്നാം പാദത്തിന് ഒരു മികച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാർട്ട് കൂടിയായിരുന്നു ഇതിലൂടെ ലഭിച്ചിരുന്നത്. ഈ ഒരു മൊമെൻറ്റവും മറ്റുമൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തിലെ 1.62 ലക്ഷം കോടി രൂപയുടെ ഒരു റെക്കോർഡായിരുന്നു റിയൽ എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. ആ ഒരു റെക്കോർഡിനെ തന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് 2026 സാമ്പത്തിക വർഷത്തിൽ സാധിക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സെയിൽസിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഹൗസിംഗ് ഡിമാൻഡും മറ്റുമൊക്കെ നിലനിൽക്കുന്നു. കൂടാതെ ബിഗ് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, വലിയ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊക്കെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. കൂടാതെ ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ലക്ഷറി സെഗ്മെൻറ്റിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇപ്പോൾ മികച്ച രീതിയിലായിട്ട് വർദ്ധിച്ചതായിട്ട് കൂടിയായിരുന്നു ഈ ഒരു പാദത്തിലെ പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഡാറ്റയിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലായിട്ടുള്ള, അതായത് മേജറായിട്ടുള്ള 5 പ്ലെയേഴ്സിനാണ് ഈ ഒരു 52,842 കോടി രൂപയിൽ നിന്ന് ഏകദേശം ഒരു 71% സെയിൽസ് കാഴ്ചവെക്കാനും സാധിച്ചിരിക്കുന്നത് മേജറായിട്ടുള്ള 5 പ്ലെയേഴ്സിനാണ്. ഇവരുടെ ഒരു ടോട്ടൽ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 37,723 കോടി രൂപയുടെ ഒരു സെയിൽസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഈ മേജർ പ്ലെയേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും വലിയൊരു ടോപ്പ് പെർഫോമറായിട്ട് മാറിയിരിക്കുന്നത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിൻ്റെ ഓഹരികളാണ്. പ്രസ്റ്റീജ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 12,126.4 കോടി രൂപയുടെ ഒരു സെയിൽസ് കാഴ്ചവെക്കാനായിരുന്നു, സെയിൽസ് ബുക്കിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പ്രസ്റ്റീജിന് സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു ഹയസ്റ്റ് പെർഫോമറായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ പ്രസ്റ്റീജ് മാറുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ബംഗളൂരു ബേസ്ഡ് ആയിട്ട് കമ്പനിക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ സദേൺ മെട്രോ സ്റ്റേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ സദേൺ മെട്രോ സ്റ്റേറ്റ്സിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കൂടാതെ മെട്രോ ഫോക്കസ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ലക്ഷറി ലോഞ്ചസും മറ്റുമൊക്കെയാണ് നിലവിൽ ഇപ്പോൾ പ്രസ്റ്റീജ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടോട്ടലായിട്ടൊരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പ്രസ്റ്റീജിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ DLF പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു